അസ്സലാമു അലൈക്കും. എത്തൊക്കെ ഞങ്ങളെങ്ങളൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഏതായാലും നിങ്ങളും നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിച്ചാൽ മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ പറ്റുകയാണെങ്കിൽ ആ ലൈക്കുമ്പോൾ ഒന്ന് തൊട്ട് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മടിച്ച് നിൽക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഇരുത്തൻ്റെ ഒരു ബെല്ല് വരുമല്ലോ, മീൻപാടൊന്നാണ് തൊട്ട് കൊടുക്കാനും നിങ്ങൾ ആരും മടിച്ച് നിൽക്കല്ലേ. അപ്പം ഞാളെ ഇന്ന് നമ്മൾ വന്നിക്കുന്നത് നല്ലൊരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പലഹാരം കണ്ടുങ്ങാണ്ട് ഉണ്ടാക്കി നോക്കിയാണ്ട് നമ്മളോട് അഭിപ്രായം പറയാനൊന്നും മടിച്ച് നിൽക്കരുത്. അപ്പോൾ നല്ലൊരു രസമുള്ളൊരു ഐറ്റം തന്നെയാണ്, വലിയവർക്കും കുട്ടികൾക്കൊക്കെ പറ്റണത്. ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കട്ടോ. അതിന് വേണ്ടിങ്ങാണ്ട് ഞാനൊരു പാത്രം അവിടെ എടുത്ത് വെച്ചിക്കണ്. അതിക്ക് ഞാൻ ഒരു പാട്ട മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml പാട്ടക്ക് ഒരു പാട്ട മൈദയാണ്. ഏകദേശം ഒരു 125 ഗ്രാമൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ അതിക്ക് നമ്മൾ 1/2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ കൂട്ടി കൊടുക്കുന്നത്. പിന്നെ അതിക്ക് ഒരു നുള്ളു ഉപ്പും അതേമാതിരി തന്നെ 3 സ്പൂൺ പഞ്ചാരയും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് പൊടിക്ക് നേരിട്ട് കൂട്ടാം. നിങ്ങളെയൊക്കെ ഡ്രൈ ഈസ്റ്റൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം തന്നെ ഒരു ലേസം വെള്ളത്തിൽ കലക്കി വെക്കണം കേട്ടോ. ചൂടുള്ള വെള്ളത്തിലേ, ഇളം ചൂടിലെ വെള്ളത്തിൽ കലക്കി വെക്കണം, പഞ്ചാരയും കൂട്ടിയാണ്ട്. അപ്പോൾ കണക്കായാണ്ട് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മാവുക്ക് കൂട്ടി കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു കളറും കൂട്ടി കൊടുത്തേക്കണ്. കളർ നമ്മൾ കൂട്ടി കൊടുക്കുന്നത് വേണമെങ്കിൽ കൂട്ടി കൊടുത്താൽ മതി, അത് അവനവൻ്റെ ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവറിൻ്റെ ഓയിലും പറന്ന് കൊടുത്തേക്കണ്. അത് നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ മട്ടൻ പോലെ നിങ്ങൾ കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ കൂട്ടി കൊടുത്താൽ മതി. നെജ്ജാണെങ്കിൽ അതും മതി കേട്ടോ, ഏതായാലും പറ്റും. എന്നിട്ട് നമ്മൾ സ്പൂണോട് നല്ലോണം ഇളക്കി കൊടുത്താണ്ട് ഞാൻ ഇളം ചൂടിൽ കജ്ജ് തൊട്ടാൽ പൊള്ളാത്ത ഇളം ചൂടിലെ വെള്ളമാണ് നമുക്കിതിന് വേണ്ടിയത്. അതൊരു 1/4 കപ്പ് കേട്ടോ. നമ്മൾ ആ പൊടി എടുത്ത കപ്പിന് 1/4 കപ്പ് ആ വെള്ളം ഇതിലേക്ക് പാകാണേക്കാരം. ഇനി മൈദപ്പൊടിൻ്റെ ഉണക്കിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ലേസിച്ച പറന്ന് കൊടുത്താൽ മതി. ഞാൻ ഈ എടുത്ത ഈ ഒരു അളവ് കണക്കായിങ്ങാണ്ടാണ് ഇതിലേക്ക് വന്നിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഇതേമാതിരി പറന്നുകാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലേസിച്ച പറന്നുകാണ്ട് ഇത് ഇനി നമുക്ക് അജ്ജോണ്ട് നല്ലോണം കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തോനെ പൊടി എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം കഴിഞ്ഞ് കിട്ടും. അതേമാതിരി തന്നെ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 എണ്ണമാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇരട്ടിക്ക് പൊടി എടുക്കുക. 2 കപ്പ് പൊടി, 1 ടീസ്പൂണ് ഇതെടുക്കുക, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുക. അതേമാതിരി തന്നെ ഉപ്പും അതിക്ക് പാകത്തിന് ഇട്ട് കൊടുക്കുക. പഞ്ചാര എടുക്കുമ്പോൾ ഒരു 4-5 സ്പൂണ് ഏറെ അങ്ങനെ എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരളവ് കണക്കായിങ്ങാണ്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കുറവ്, പിന്നെ ഇതിലേറെ കുറവാക്കിയാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ ഗതികേടന്നെ കാരണം അതിൻ്റെ ഒരു ആവശ്യമല്ലല്ലോ. ഈ ഒരളവ് നമുക്ക് പാകത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരളവ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ ഇരട്ടി കൂട്ടി എടുക്കാൻ കേട്ടോ വേണ്ടിയത്. പിന്നെ നമ്മൾ നല്ലോണം ഇതേമാതിരി മയത്തിലാണ് കുഴച്ചെടുത്തിട്ട് ആ പഞ്ചാരയൊക്കെ അങ്ങോട്ട് ഇതായാണ്ട് ലയിച്ച് വരണം കേട്ടോ അതിൽ. അപ്പോഴാണ് നമുക്ക് അത് കണക്കിന് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേമാതിരി അങ്ങോട്ട് അടച്ച് വെക്കാം. ഇനി അടപ്പിലെ പാത്രമാണെങ്കിൽ അതുകൊണ്ട് മൂടി വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കും കീസോണ്ടോ അങ്ങനെയൊക്കെ മൂടി വെച്ചാലും മതി കേട്ടോ. അതവിടെ മൂടി വെച്ചാണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പായാണ് കേട്ടോ വേണ്ടിയത്. പഴം ഞാൻ ഇതേമാതിരി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെജ്ജിലൊന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടിയത്. അതിന് വേണ്ടിങ്ങാണ്ട് അത് ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ പൊടി അപ്പോൾ ഈ ഒരു കോലത്തിലയക്കണം. അപ്പോൾ നമ്മൾ പൊടി പണിയെടുക്കണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിക്കിടാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയാണ്ട് ഞാൻ നമ്മളെ ഫ്രൈ പാൻ വെച്ചിരിക്കണ്. അതിക്ക് ഞാൻ 1.5 സ്പൂൺ നെജ്ജ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഞാൻ മിൽമൻ്റെ നെജ്ജാണ് എടുത്തിക്കണത്. നിങ്ങളെയൊക്കെ ഏത് നെജ്ജല്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മളെയൊക്കെ എല്ലാം ഏതെങ്കിലും എണ്ണയൊക്കെ എടുത്താലും മതി കേട്ടോ. ഇനി അതൊന്നും ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 2-3-4 പൂള് തേങ്ങ എടുത്താണ്ട് ഇതേമാതിരി കൊത്തി അരിഞ്ഞാണ്ടേ അത് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഒരുപാട് മൂക്കാനൊന്നും നിൽക്കണ്ട. അതിലിട്ടെന്നുകൊണ്ട് അളകിന്ന് കണ്ടാൽ നമുക്ക് വാഴക്കൻ്റെ ഇതും അതിക്ക് ഇട്ട് കൊടുക്കട്ടോ. പറ്റ ഇളകി കഴിഞ്ഞാണ്ട് പറ്റ കാപ്പി ആയാൽ പിന്നെ നമുക്ക് വാഴക്കുമ്പാടെ ഇട്ട് വരുമ്പോൾ പറ്റ കറുപ്പാകും. അപ്പോൾ ഇതൊരു ആ ചുവപ്പൻ നിറം കിട്ടണമെങ്കിൽ ഈ ഒരു അളവിലാവുമ്പോൾ നമ്മൾ വാഴക്കയ്ക്ക് ഇട്ട് കൊടുക്കുക. വാഴക്ക പിന്നെ ഇങ്ങനെ കാട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുമല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ നെജ്ജിൽ ഇങ്ങനെ കാട്ടുമ്പോൾ. അതും ഞാൻ ചെറുതാക്കി അരിഞ്ഞും ചെയ്തിക്കണല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ്ട് പിന്നെ വാഴക്ക അരിയണത് നിങ്ങൾക്ക് ഏത് കോലത്തിൽ വേണമെങ്കിലും അരിയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിത് ചെറുതാക്കി അരിഞ്ഞത് എളുപ്പം വാടിക്കിട്ടും ചെയ്യും. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാനും പാകത്തിനായാണ്ട് കിട്ടും എഴുതിക്കാണ്ടാണ്. അപ്പോൾ ഈ ഒരു കോലത്തിലായപ്പോൾ അതിൻ്റെ തിജ്ജൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് തണുക്കണം, നമുക്ക് ഇതിലേക്ക് ഇടാനാകുമ്പോഴത്തേന് അത് തണുക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ പൊടി ഒന്ന് ലെവലാക്കി എടുക്കട്ടെ. നമുക്ക് കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ നമ്മൾ ആ വെച്ചിനെക്കാട്ടിലും ഇരട്ടിക്ക് പൊടി അയക്കണേ. ഏകദേശം 1 മണിക്കൂറായും ചെയ്തിക്കണം കേട്ടോ ഇത് നമ്മളിങ്ങനെ കാട്ടി വെച്ചിട്ടേ. ഇനി നമ്മൾ ഇതേമാതിരി പലകമ്മക്ക് ഇത് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതൊന്നിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഉരുളാളാക്കിയാണ്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ മഞ്ഞ കളർ ഇട്ടുകൊണ്ടാണ് ഇത്ര മഞ്ഞപ്പ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇനി ആദ്യം 2 ആക്കിയേക്കണം. ഇനി അത് 2 ആക്കിയിട്ട് പിന്നെ അത് ഓരോന്നും ഈ 2 കൂടി ആക്കിയാണ്ട് അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 4 ആകുമല്ലോ നമുക്ക്. 4 ഈ ഒരു കണക്കിലാവുമ്പോൾ നമുക്ക് 4 പാകേക്കാരം. അപ്പോൾ നമ്മൾ 2 പാട്ടയൊക്കെ എടുക്കുകയാണ് മൈദ എന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 മാവ് നമുക്കുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നില്ലതിനനുസരിച്ച് നമ്മൾ കപ്പിൻ്റെ അളവ് കൂട്ടുക. ഒരു കപ്പ് കൊണ്ട് നമുക്ക് ഇതേമാതിരി 4 ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് തന്നെ ആകണമെങ്കിലാണ്. ഇനി ഇതിലേറെ ചെറുതാക്കി നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്മേൽ തന്നെ തോനെ എണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ നമ്മൾ ഈ ഒരു വലുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് 4 ഉരുളാക്കിയാണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിക്കണത്. അപ്പോൾ നിങ്ങളും അതേമാതിരി തന്നെ കാട്ടിക്കൊണ്ട് കാണാനും നല്ല രസമാണ്, തിന്നാനും അതിലേറെ ചാ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും എന്ന് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 4 ഉരുളി ഇതേമാതിരി കാട്ടിയിട്ടേ ഒന്നിട്ട് പൊടി ഇട്ട് കൊടുത്തോണ്ടിട്ടോ, എന്നെങ്കിലേ നമുക്ക് അജ്ജും ഒട്ടാതെ നിൽക്കുള്ളൂ. കാരണം നല്ലോണം ഒട്ടലുണ്ടാവും ഈ ഒരു മാവ്. നമ്മൾ പഞ്ചാര ഇട്ടതാണല്ലോ നല്ലോണം. അപ്പോൾ അത് കരുതിയാണ്ടാണ്. അപ്പോൾ ഏതന്നെയും ഇതിനി നമുക്ക് ഇതേമാതിരി ഒന്നാണ് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് വലുതാക്കി പരത്തണം എന്നൊന്നുമില്ല. ഒരു വലിയ പപ്പടമൊക്കെ ഉണ്ടാവില്ലേ, വലുതായിട്ടില്ല ഒരു പപ്പടം ഉണ്ടാവില്ലേ, ആ ഒരു പപ്പടത്തിൻ്റെ ആ ഒരു വലുപ്പത്തിലൊക്കെ നമുക്ക് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്നാണ്ട് പരത്തിയെടുക്കണം. പറ്റ കനം കുറക്കണം എന്നൊന്നുമില്ല, എന്നാലും പറ്റാണ്ട് കനം കുറഞ്ഞു പോകും വേണ്ട, ആ ഒരു കോലത്തിലാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ ഇത് പരത്തിയെടുത്തിക്കണം. അപ്പോൾ ഞാൻ പരത്തിയപ്പോൾ നേർക്ക് വട്ടത്തിനൊന്നും ആയിട്ടില്ല, ഞാൻ ഈ ഒരു കോലത്തിലാണ് ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പരത്തിയപ്പോൾ വട്ടത്തിലാക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റും, ഏത് കോലത്തിലായാലും പറ്റും. നമ്മളൊരു നാക്കിൽ ഇതാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ വരട്ട് കൊടുക്കുക പൗതിക്കന്ന് കേട്ടോ. പിന്നെ ആ ബാക്കി ഭാഗം ഉണ്ടല്ലേ നമ്മൾ വരടാത്ത ഭാഗം, അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതുണ്ടല്ലോ അതിക്ക് ഇടാനില്ലേ, അത് വാഴയ്ക്കും തേങ്ങയും പാടെ കൂട്ടിയാണ്ട് നമ്മൾ വാട്ടി വെച്ചിക്കണമല്ലോ, അത് അതിക്കാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ പുകടിക്കൊക്കെ ഇടുന്ന മാതിരി ആ ഒരു പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇനി അതൊന്നാണ് മറിച്ച് വെച്ചാണ്ട് നമ്മളൊന്നുകൊണ്ട് അമർത്തി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മറിച്ച് വെക്കുമ്പോൾ നമുക്കത് ഒട്ടൂലാന്ന് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം തൊട്ടുങ്ങാണ്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതേമാതിരി ഒട്ടിച്ചുമ്പോൾ ഒട്ടണില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലേശം വെള്ളമാക്കിയാണ്ട് കൊടുത്താൽ മതി. നമ്മൾ പൊടി ഇട്ടാണ്ട് പരത്തിയതാണല്ലോ, അത് എന്തായാലും ഒട്ടും. എന്നാലും നമ്മളൊരു നുള്ള് വെള്ളമാക്കിയാണ്ട് ഒട്ടിച്ചാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതേമാതിരി ആക്കി കൊടുക്കുക. ഇങ്ങനെ കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരളവിലാക്കി കൊടുക്കുക. ഇനി ഇത് എടുത്താണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ മറിച്ച് അണ്ട് മടക്കി കൊടുക്കുക, ചുരുട്ടി കൊടുക്കുക, അതാണ് ഇതിന് പറയുക. ചുരുട്ടിയാണ്ട് ഇതേമാതിരി ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക. ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരുമ്പോൾ ഈ വക്കുതാ ലാസ്റ്റത്തെ ഈ വക്കുമ്പോൾ നമ്മൾ ലേശം വെള്ളം തൊട്ട് കൊടുക്കണം. എന്നാൽ ഇമ്മക്കണ്ട് നല്ലോണം ഒട്ടി പിടിച്ചാണ്ടാണ് ലെവലാകും. എന്നിട്ട് നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമ്മൾ കണ്ടോ ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നമ്മളിത് പൊടിയിലിട്ടാണ്ടാണ് കേട്ടോ എടുക്കണത്. കാരണം പൊടിയിലിട്ടിട്ടില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ നമുക്ക് പാത്രത്തിലൊക്കെ വെച്ചാൽ ഒട്ടി പിടിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ ഞാനൊന്നാണ് പൊടി ഇട്ടാണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് എടുക്കാനും സുഖേക്കാരം, പിന്നെ ഇടങ്ങേറുമില്ലല്ലോ എത്തിയാണ്ട് അങ്ങനെ പൊടി ഇട്ടാണ്ട് അങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ ഇനി നമുക്ക് ഈ 4 ഇതേമാതിരി തന്നെ ഒന്നാണ്ട് ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് പരത്തുമ്പോഴും തന്നെ നല്ലോണം പൊടിയിട്ടാണ്ട് തന്നെയാണ് കേട്ടോ പരത്തണത്. കാരണം പലകം ഒട്ടിപ്പിടിച്ചു നല്ലോണം മയത്തിലാണല്ലോ നമ്മളിത് കുഴച്ചെടുത്തിക്കണത്. അപ്പോൾ അതിനനുസരിച്ച് പലകം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിയിട്ടാണ്ട് തന്നെ വേണം പരത്തിയെടുക്കാൻ. മൈദപ്പൊടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിക്കണത്, വേറെ പൊടിയൊന്നുമല്ല. മൈദപ്പൊടി തന്നെ ഇട്ടാണ്ട് ഇതേമാതിരി എല്ലാം ഇതേമാതിരി തന്നെ പരത്തിയെടുത്താണ്ട് ഇതേമാതിരി വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒതുക്കൊന്ന് വേണം കേട്ടോ വരഞ്ഞു കൊടുക്കാൻ. മുഴുവനായിട്ട് നമ്മൾ വരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇത് ശരിയായി കിട്ടൂല. അപ്പോൾ പകുതിക്കുന്ന അതേമാതിരി ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. കത്തി കൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ കാട്ടിയ മാതിരി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അതേമാതിരി തന്നെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടൂലാന്ന് തോന്നുകയാണെങ്കിൽ ഇതേമാതിരി ആദ്യം തന്നെ ഒരു വെള്ളം ഇതേമാതിരി ആക്കി കൊടുത്താൽ മതി. ഇത് ഒട്ടൊക്കെ ചെയ്യും കേട്ടോ, കാരണം നമ്മൾ നല്ല ലൂസിലാണല്ലോ ഇത് കുഴച്ചെടുത്തിക്കണത്, അതിനെക്കൊണ്ട് തന്നെ ഇത് ഒട്ടായി ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ആക്കി കൊടുത്താൽ ഒന്നും കൂടി നല്ലോണം ഒട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഇതും അതേമാതിരി തന്നെ ഉണ്ട് ചുരുട്ടി എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ലാസ്റ്റത്തെ ആ ഭാഗത്ത് ലേശം വെള്ളം തേച്ചാണ്ട് ഇതേമാതിരി ചുരുട്ടി എടുക്കുക. എന്നിട്ട് ഇതേമാതിരി ഉണ്ട് ഉരുട്ടി കൊണ്ടുവന്നുകാണ്ട് ഇതേമാതിരി ഈ വക്കെത്തുമ്പോഴും അതേമാതിരി തന്നെ ലേശം വെള്ളം തൊട്ടുകാണ്ട് അത് രണ്ടുകൊണ്ട് ആ ഭാഗം കൂട്ടി കൊടുക്കുക കേട്ടോ ഇതേമാതിരി. അപ്പോഴാണ് നമുക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ ഒരു രൂപത്തിലാണ് ഇങ്ങാണ്ട് ഇത് കിട്ടുക. അതേമാതിരി തന്നെ നമ്മൾ പൊടി ഇടുകയാണ് കേട്ടോ ഒപ്പം. ഇങ്ങനെ പൊടി ഇട്ടിട്ടില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പാത്രത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് പാത്രത്തിലാണ് ഒട്ടിപ്പിടിച്ചും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ കോലം ഷേപ്പൊക്കെ മാറിപ്പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു അളവിൽ ഈ ഒരു ചുരുക്കിലായാണ്ട് ഇത് കിട്ടൂല. അങ്ങനെ നമ്മൾ എല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചിക്കണ്. ഇനി നമ്മൾ ചട്ടി വെച്ചിക്കണം കേട്ടോ.
ചട്ടി വെച്ച് അതിക്ക് എണ്ണ പാർന്ന് കൊടുത്തേക്കണ്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിച്ചാൽ, വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിച്ചാൽ, ഇല്ലെങ്കിൽ ഇനി ഓയിലാണെങ്കിലും പാം ഓയിലാണെങ്കിലും ഒക്കെ പറ്റും കേട്ടോ, ഏതാണെങ്കിലും പറ്റും. അത് നിങ്ങളെ മട്ടൻ പോലെ നിങ്ങൾ പാർന്ന് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഈ 4 പലഹാരം ഇതേമാതിരി കണ്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. കണ്ടില്ല നിങ്ങൾ തിജിൻ്റെ അളവ്? തിജ് തീരെ കൂട്ടി വെക്കരുത് കേട്ടോ, ഒരിക്കലും കൂട്ടി വെക്കരുത്. പറ്റ കുറച്ച് ഏറ്റവും കുറഞ്ഞ തിജിൽ നിങ്ങളെ ഗ്യാസിന് ഏറ്റവും കുറഞ്ഞ തിജ് ഏതാണെന്ന് വെച്ചാൽ അതിലിട്ട് വെച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്കിത് നല്ലോണം ഉള്ളുക്കും എല്ലായിടത്തേക്കും വേഗമൊക്കെ എത്തും കേട്ടോ. അപ്പോൾ അതേമാതിരി ആക്കി കൊടുത്ത് ഒന്നുണ്ടായാൽ അതേമാതിരി തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ നമ്മൾ മോളോടത്തേക്ക് എണ്ണ ഇങ്ങനെ തേകി കൊടുക്കണം കേട്ടോ, എന്നെങ്കിലാണ് ഇത് ആ ചുറുക്കായിങ്ങാണ്ട് വരുള്ളൂ. അങ്ങനെ ഒരു ചുറുക്കില്ല ചുവപ്പന്നാറാകുമ്പോഴും നമ്മൾ എണ്ണയിലിട്ടാണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ഇങ്ങനെ കയ്യിലോണ്ട് തേകി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗത്തൊക്കെ നമുക്ക് നല്ലോണം വെന്ത് കിട്ടും ചെയ്യും. അതിന് വേണ്ടിയാണ്ടാണ് അങ്ങനെ തേകി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഈ ഒരളവിക്ക് നമുക്ക് ഇതാണ്ട് ആയി കിട്ടിയിരിക്കണം. ഇനി നമുക്കിതാണ് മാങ്ങ. അതേമാതിരി തന്നെ നമുക്ക് മറ്റേതും ഇനി അടുത്തതും ഇതേമാതിരി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ നല്ലോണം എണ്ണ ഇങ്ങനെ തേകി കൊടുത്താൽ അതിൻ്റെ ആ ഉള്ളിൽ കൂടെ ഉണ്ടല്ലോ, ഉള്ളിൽ കൂടെ ഉള്ള ഭാഗത്തേക്കൊക്കെ ആ എണ്ണ ഇങ്ങനെ ആയിങ്ങാണ്ട് നല്ല ചുറുക്കായിങ്ങാണ്ട് വരും. പിന്നെ നമ്മൾ ആ കളറ് കൂട്ടിയതുകൊണ്ട് തന്നെ നല്ലൊരു ചുറുക്കിലൊരു മഞ്ഞപ്പായിങ്ങാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്തിരിക്കണം കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഈ ഒരളവിലായിങ്ങാണ്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടാൽ എളുപ്പമാകും കേട്ടോ, തോനെ നേരം. പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇട്ടാണ്ട് അപ്പം തന്നെ ആയി കിട്ടും. ആ എണ്ണ ചൂടാകാനൊരു പണി തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ഇതേമാതിരി തന്നെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. കണ്ടില്ല നിങ്ങൾ, നല്ല ചൊറുക്കായിങ്ങാണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടിയേക്കണ്. ഇനിയിപ്പോൾ വിരുന്നാർ വരികയാണെങ്കിലും ഒക്കെ നമുക്കിത് കാട്ടിക്കൊടുത്താൽ ഓൽക്ക് നല്ലൊരു ഊറ്റം തന്നെ കാരല്ലേ. നമ്മൾ ഉണ്ടാക്കിയാണ്ട് കൊടുക്കുക അറിയുമ്പോൾ ഓൽക്കും തന്നെ തിന്നാനും തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിക്കാരം. നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങണേയും കാട്ടി ഉസാറാണല്ലോ നമ്മൾ ഉണ്ടാക്കിയാണ്ട് ഒരാൾക്കത് കൊടുക്കുമ്പോൾ അല്ലേ. ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും തന്നെ ഈ ഒരു ഐറ്റം നല്ലോണം പറ്റും കേട്ടോ. ഇനി നമ്മൾ ആ വാഴക്കയിൽ നിങ്ങൾക്ക് മധുരം കമ്മിയാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ പഞ്ചാര ഇട്ടാണ്ടോ ആക്കാം. ഞാൻ കൽപ്പിച്ച് കൂട്ടി പഞ്ചാര ഇടാഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചാര അയക്കിടുക കേട്ടോ. ആ വാഴക്ക വാട്ടി കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഓഫാക്കാൻ നേരത്ത് 2 മണി പഞ്ചാര അയക്കിട്ട് കൊടുത്താൽ ഒന്നും കൂടി മധുരം കൂടുതലാക്കാരം. അപ്പോൾ ഞാൻ അത്രയും മധുരം വേണ്ടാന്ന് കരുതിങ്ങാണ്ടാണ് അത് മാത്രമാക്കിയാണ്ട് എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ 4ഉം ഇവിടെ ചുട്ടെടുത്തിക്കണം. കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ഐറ്റം കണ്ടാൽ തന്നെ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി വെക്കാൻ തോന്നണില്ലേ? ഇൻഷാ അല്ലാ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നമ്മളോട് അഭിപ്രായം ഒന്ന് പറയാൻ നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈക്കും ഒന്ന് തൊട്ട് കൊടുക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ. പിന്നെ ഇതുവരെയായിട്ടും നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേമാതിരി തന്നെ ബെല്ലുമ്മ നക്കി കൊടുക്കാനും മടിച്ചും ചെയ്യല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഒരുപാട് പലഹാരങ്ങളും കറികളും പല ഐറ്റംസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിയാളെ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയാണ്ട് ഒന്ന് കണ്ടുങ്ങാണ്ട് നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി നോക്കിയാണ്ട് നമ്മളോടൊന്ന് അഭിപ്രായം പറയാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു ഐറ്റം ഞാൻ പൊട്ടിച്ച് കാട്ടി തന്നപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല ഉസാറായി വന്നിക്കണം. കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ചൊറുക്കില്ലൊരു ഐറ്റം കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് തിന്നോക്കാൻ തോന്നും അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഉണ്ടാക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയാൻ നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത്. ഇനി നമ്മൾ നല്ല പലഹാരമായിട്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.